ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെക്ഷനിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ എല്ലാ തിയറി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ദ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഈക്വൽ ടു വൈ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് വൈ, x equal to 0, 1, 2 and y equal to 0, 1, 2, 3. Find the following. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇതൊരു ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. അതായത് ഓഫ് ടു റാൻഡം വേരിയബിൾസ്, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ്, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 4 വാല്യൂസ്. അതായത് എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെയാണ്, വൈ വാരി ചെയ്യുന്നത് 0 മുതൽ 3 വരെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം കെ കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1, പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2, ആൻഡ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1 ഗിവൺ വൈ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2, പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 3. ഫൈൻഡ് ദ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ആയിട്ട് എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫസ്റ്റ് ഇതിലായിട്ട് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതി. ഇനി നേരെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? നമ്മൾ മേലെ എന്ത് എഴുതുക? വൈന്റെ വാല്യൂസും എഴുതുക. വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3 എന്ന് എഴുതി. ഇനി നോക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം എന്താണ്? പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇൻറ്റു എക്സ് പ്ലസ് 2y അല്ലേ? കെ ഇൻറ്റു എക്സ് പ്ലസ് 2y. പിന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സിന്റെ വൈന് ഓരോ വാല്യൂസ് കൊടുക്കുക. ആ പിന്റെ വാല്യൂ കറസ്പോണ്ടിങ് പിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കി, ഫസ്റ്റ് എക്സിനും വൈക്കും 0 ആവുന്ന കേസിൽ ഇപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? കെ ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0, അതായത് 0 പ്ലസ് 0 0, 0 ഇൻറ്റു കെ 0. അങ്ങനെ ഫസ്റ്റ് ടേം എന്തായി? 0 ആയി. ഇനി അടുത്തത് കെ ഇൻറ്റു 1. കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? കെ ഇൻറ്റു 1 പറഞ്ഞേ. കെ ഇൻറ്റു 1, അതായത് കെ എക്സ് 0യും വൈ 1ഉം ആവുന്ന കേസിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും വരിക? കെ ഇൻറ്റു എക്സ് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു 1. അപ്പൊ എന്തായിരിക്കും വരിക? 2 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കെ 2k. അങ്ങനെയാണ് സെക്കൻഡ് ടേം 2k വന്നത്. ഇനി അടുത്തത് എക്സിന് 0യും വൈക്ക് 2ഉം കൊടുക്കുക. അപ്പൊ എന്ത് വരും? എക്സിന് 0 തന്നെ ഇവിടെ തന്നെ, വൈക്ക് 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2 എന്ന് വരും, അതായത് 4k. ഇനി എക്സിന് 0യും വൈക്ക് 3 കൊടുക്കുമ്പോൾ എന്താ വരിക? കെ ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 3. അപ്പൊ എത്ര കിട്ടും? 6k. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ എക്സിന് 1 കൊടുക്കണം, വൈക്ക് 0 കൊടുക്കണം. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? കെ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 അല്ലേ? അപ്പൊ എന്ത് വരും? കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ കെ. ഇനി അടുത്തത് എക്സിനും വൈക്കും 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? കെ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1. അപ്പൊ 2 പ്ലസ് 1 എന്താണ്? 3. അപ്പൊ എന്ത് കിട്ടും? 3k. അടുത്തത് എന്താ? എക്സിന് 1, വൈക്ക് 2. അപ്പൊ എന്ത് വരും? 5k എന്ന് വരും. പിന്നെ എക്സിന് 1, വൈക്ക് 3 വരുമ്പോൾ 7k. ഇനി അടുത്തത് എക്സിന് 2, വൈക്ക് 0 വരുമ്പോൾ 2k. അടുത്തതോ എക്സിന് 2, വൈക്ക് 1 വരുന്ന സമയത്ത് 4k. നെക്സ്റ്റ് എക്സിന് 2 ആണ്, വൈക്കും 2 ആണ്. അപ്പൊ എന്ത് വരും? 6k. നെക്സ്റ്റ് ലാസ്റ്റ് എക്സിന് 2, വൈക്ക് 3 വരുമ്പോൾ എന്ത് വരും? 8k എന്ന് വരും. അപ്പൊ അത് ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഴുതാം. നമുക്ക് ഫസ്റ്റ് കെന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കെന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം കെന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? സമ്മേഷൻ പി ഓഫ് എക്സ് വൈ ടി ആർക്ക് 1ന്. അപ്പൊ സമ്മേഷൻ പി ഓഫ് എക്സ് എന്നാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതിയതൊക്കെ പിന്റെ വാല്യൂസ് ആണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അത് 1ന് ഇക്വേറ്റ് ചെയ്യാം. ഒന്ന് സമ്മ ചെയ്തെല്ലാം കൂടി. 0 പ്ലസ് 2k പ്ലസ് 4k പ്ലസ് 6k പ്ലസ് k പ്ലസ് 3k പ്ലസ് 5k പ്ലസ് 7k പ്ലസ് 2k പ്ലസ് 4k പ്ലസ് 6k പ്ലസ് 8k. അങ്ങനെ 48k കിട്ടും. അപ്പൊ 48k ഈക്വൽ ടു 1, ദാറ്റ് ഈസ് k ഈക്വൽ ടു 1/48. അങ്ങനെയാണ് കെന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കെന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേബിളിൽ കെക്ക് 1/48 കൊടുത്തിട്ട് ഒന്നും കൂടി ആ ടേബിൾ ഒന്ന് വൃത്തിക്ക് എഴുതുക. അപ്പൊ എന്ത് വരും നമ്മളെ ടേബിള്?
പി ഓഫ് എക്സ് ഈക്വൽ ടു 0, പി ഓഫ് എക്സ് ഈക്വൽ ടു 1, എല്ലാ വാല്യൂസും നമ്മൾ കൊടുത്തു. ഇനി നോക്കിക്കോ, എക്സ് 0 ആവുന്ന സമയത്ത് ഈ ലാസ്റ്റ് കോളം നമ്മൾ എക്സ്ട്രാ ഒരു കോളം കൂടി ആഡ് ചെയ്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. എക്സ് 0 ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ കംപ്ലീറ്റ് റോ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതുക. അടുത്തത് എക്സ് 1 ആവുന്ന കേസിൽ കംപ്ലീറ്റ് സെക്കൻഡ് റോ കംപ്ലീറ്റ് ആഡ് ചെയ്യുക, ലാസ്റ്റ് എഴുതുക. ലാസ്റ്റോ, ഇനി എക്സ് 2 എന്നുള്ള കേസിലോ ലാസ്റ്റ് തേർഡ് റോ കംപ്ലീറ്റ് ആഡ് ചെയ്യുക, ഇവിടെ ചെയ്യാം. ഇതാണ് എക്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരിക. ഇനി വൈൻ്റെ കിട്ടുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, വെർട്ടിക്കലി ആഡ് ചെയ്യണം അല്ലെ. വെർട്ടിക്കലി ആഡ്, അപ്പൊ നമുക്ക് ലാസ്റ്റ് റോ ആയിട്ട് എന്ത് കൊടുക്കാം, പി ഓഫ് വൈ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, കംപ്ലീറ്റ് ഈ ഒരു എന്താ പറയുക വെർട്ടിക്കലി ആഡ് ചെയ്യുക. 0 പ്ലസ് 1/48 പ്ലസ് 2/48 എന്ന് പറയുമ്പോൾ 3/48. അങ്ങനെ ഈ 4 കോളവും ആഡ് ചെയ്ത് താഴെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്യുന്ന സമയത്ത് ആൻസർ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നോക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് നമ്മൾ കെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ കണ്ടീഷൻ മാത്രമേ മാറ്റുള്ളൂ. അതായത് എക്സിന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, 0, 1, 2 അല്ലേ. അപ്പൊ എന്താ പറയുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, 1ഉം 0 വരാം, പക്ഷെ 2 വരാൻ പാടുണ്ടോ, 2 വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം, പക്ഷെ വൈന്റെ വാല്യൂ എവിടെ വരെ വരാം, വൈ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, അതിൽ വൈനെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വൈ ഫുള്ളും എടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക, പി ഓഫ് 0, 0, എക്സ് 0, വൈ 0. അടുത്തതോ പി ഓഫ് 0, 1, എക്സ് 0, വൈ 1. അങ്ങനെ പി ഓഫ് 0, 2, പി ഓഫ് 0, 3. അതായത് എക്സ് 0 വരുന്ന എല്ലാ കേസും നമ്മൾ എഴുതി. ഇനി അടുത്ത എക്സ് 1 വരുന്നത്, എക്സ് 1 വരുന്നത് എന്ത് വരും, പി ഓഫ് 1, 0 പ്ലസ് പി ഓഫ് 1, 1 പ്ലസ് പി ഓഫ് 1, 2 പ്ലസ് പി ഓഫ് 1, 3. എല്ലാ പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/48, 7/12 എന്ന് കിട്ടും. അതായത് 28/48 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7/12 കിട്ടും. ഇനി അടുത്തതോ, എടാ ഇതിന്റെ ഒക്കെ വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്ന് ക്ലിയർ ആയോ. അതായത് പി ഓഫ് 0, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 0യും വൈ 0 എന്ന വാല്യൂ ഏതാണ്, 0. ഇനി പി ഓഫ് 0, 1 എന്ന് പറഞ്ഞാലോ എക്സ് 0, വൈ 1, അപ്പൊ 2/48. അടുത്തത് പി ഓഫ് 0, 2 എന്ന് പറഞ്ഞാലോ 4/48. പി ഓഫ് 0, 3 എന്ന് പറഞ്ഞാലോ 6/48. പിന്നെ പി ഓഫ് 1, 0 എന്ന് പറഞ്ഞാൽ 1/48. പി ഓഫ് 1, 1 എന്ന് പറഞ്ഞാൽ 3/48. പി ഓഫ് 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/48 പ്ലസ് പി ഓഫ് 1, 3 എന്ന് പറഞ്ഞാൽ 7/48. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്, 28/48. ക്ലിയർ ആണല്ലോ. ഈ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ്, ഇതൊന്ന് വായിച്ചാട്ടെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെയാണ് മൂവ് ചെയ്യുന്നത്, 0 മുതൽ 3 വരെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എവിടുന്ന് ഏതൊക്കെ വാല്യൂസ് നമ്മൾ വൈന്റെ എടുക്കേണ്ടത്, 2ഉം അതിൽ കുറവും. അപ്പൊ ഈ 3 വാല്യൂസ് ആണ് എടുക്കേണ്ടത്, 3 നോക്കണ്ട. എക്സിന് പക്ഷെ നമുക്ക് ഏതോ കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക. എക്സിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്പൊ എന്തൊക്കെയൊക്കെ വാല്യൂസ് വരിക, പി ഓഫ് 0, 0. പി ഓഫ് 0, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വരുന്നത്, പി ഓഫ് 0, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് വരും. അതായത് വൈ എപ്പോഴും 2ൽ കുറവ്, വൈ 2ൽ കുറവായിരിക്കണം, എക്സിന് ഏടം വരെ കൊടുക്കുക. അപ്പൊ ഏതൊക്കെയൊക്കെ വരിക, 4/48, 5/48, 6/48. ഈ എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്താൽ പോരെ അല്ലെ. അതായത് പി ഓഫ് 0, 0, 0, 1, പി ഓഫ് 0, 2, പി ഓഫ് 1, 0, പി ഓഫ് 1, 1, പി ഓഫ് 1, 2 പ്ലസ് പി ഓഫ് 2, 0 പ്ലസ് 2, 1, പി ഓഫ് 2, 2. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 27/48 എന്ന് കിട്ടും. ചെറുതായി കഴിഞ്ഞാൽ 9/16. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. ഇവിടെ എക്സിനും കണ്ടീഷൻ ഉണ്ട്, വൈക്കും കണ്ടീഷൻ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, എക്സിന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് 0, 1, 2 ആണ്. വൈന്റെ വാല്യൂ 0, 1, 2, 3 അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട, എക്സിന്റെ വാല്യൂസ് 0യും 1ഉം മാത്രം, 2 നോക്കണ്ട.
ഇനി വൈൻ്റെതോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്ത് നോക്കണ്ട? 3 നോക്കണ്ട, പക്ഷെ ഈ 3 നോക്കണം. അപ്പൊ നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുക? അപ്പൊ ഇവിടെ നോക്കി ഏതൊക്കെ വാല്യൂസ് എടുക്കുക? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 2 നോക്കണോ? ഈ ലാസ്റ്റ് കോളം നമ്മൾ തീരെ നോക്കണം, മൈൻഡ് ചെയ്യേണ്ട. ഈ ലാസ്റ്റ് കോളം മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ ബാക്കിയുള്ള ഈ വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് 0 0 പ്ലസ് പി ഓഫ് 1 1 0 1 പ്ലസ് 0 2 പ്ലസ് 1 0 1 1 പി ഓഫ് 1 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15/48 ദാറ്റ് ഈസ് 5/16 കിട്ടും. ഇനി അടുത്തത് എന്താണ് വരുന്നത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗിവൺ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഗിവൺ വന്നു കഴിഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചാണ്. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. സിംഗിൾ വേരിയബിൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇന്റർസെക്ഷൻ വരെ നമ്മൾ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് ഇവിടെ വരും? P of x less than or equal to 1, y less than or equal to 2 divided by P of b ന്റെ സ്ഥാനത്ത് P of y less than or equal to 2. ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണ് രണ്ട് വാല്യൂസും. എക്സ് ലെസ് ദാൻ or equal to 1, y less than or equal to 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5/16 അല്ലേ? ഇനി അടുത്തതോ P of y less than or equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്. മുകളിൽ 9/16 രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? 5/9 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ പറയുന്നത്? P of x plus y, P of x plus y less than or equal to 3. ഇതിന് മീനിങ് എന്താ? എക്സിനും വൈക്കും നമുക്ക് ഏത് വാല്യൂസ് കൊടുക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ആണ് എന്ത്? ഒന്നെങ്കിൽ 3, മാക്സിമം 3 വരെ വരാം, അല്ലെങ്കിൽ 3-ൽ കുറവ്. അപ്പൊ നമുക്ക് ഏതൊക്കെ വാല്യൂസ് നോക്കാം. അപ്പൊ P of 0 0. അപ്പൊ നോക്കിയേ 0 plus 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ? കുഴപ്പമില്ല. ഇനി അടുത്തതോ P of 0 1 plus P of 0 2 plus P of 0 3. അതായത് എക്സും വൈയുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാക്സിമം വരെ വരാം, അതിൽ കൂടാൻ പാടില്ല. പ്ലസ് ഇനി അടുത്ത 1 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഏതൊക്കെ വരുന്നേ? 1 0 1 1 1 2 1 3 കൊടുക്കാൻ പറ്റുമോ? 1 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 plus 3 ചെയ്ത് കഴിഞ്ഞാൽ 4 ആ കിട്ടുക അല്ലേ? അപ്പൊ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല, അപ്പൊ അത് കൊടുക്കാൻ പറ്റൂല. ഇനി അടുത്ത് 2 വരുന്നത് P of 2 0 പ്ലസ് P of 2 1. 2 2 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 27/48 എന്ന് കിട്ടും. 9/16. ഇനി നമ്മളോട് ചോദിച്ചത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് ടേബിളിൽ തന്നെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതായത് എക്സ് 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ 12/48. ഇനി എക്സ് 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ 16/48. ഇനി എക്സ് 2 ആകുമ്പോൾ കറസ്പോണ്ടിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ 20/48. അപ്പൊ ഇതാണ് നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാം. എക്സിന്റെ വാല്യൂസ് ആദ്യം എഴുതാം, പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു കറസ്പോണ്ട് നമ്മൾ ആഡ് ചെയ്ത ആ വാല്യൂസ് കൊടുക്കാം. ഇനി അതേപോലെ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കൊടുക്കാം. വൈന്റെ വാല്യൂസ് ഏതൊക്കെയാ? 0 1 2 3. നമുക്ക് ആ ടേബിളിലോട്ട് തന്നെ നോക്കാം. ടേബിളിലോട്ട് തന്നെ പോകുന്ന സമയത്ത് നോക്കിയേ, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ വരിക? വൈ ഈക്വൽ ടു 0 എന്നാൽ ഇങ്ങനെ ഇതാ 3/48. വൈ ഈക്വൽ ടു 1 9/48. വൈ ഈക്വൽ ടു 2 15/48. വൈ ഈക്വൽ ടു 3 എന്താണ് വരുന്നത്? 21/48. അപ്പൊ ഇതാണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The joint PMF of two random variables x and y is given by P of xy equal to k into 2x plus y, x equal to 1 to y equal to 1 to and 0 otherwise, where k is a constant. Find k, find the marginal density function of x and y. Are x and y independent? അപ്പൊ നമുക്ക് ഇവിടെ ജോയിന്റ് പി എം എഫ് ഓൾറെഡി തന്നിട്ടുണ്ട്. കെ ഇൻറ്റു 2x plus y ആണ്. ഇവിടെ എക്സും വൈയും വാല്യൂ ചെയ്യുന്നത് 1 to 2 വരെയാണ്. ഓക്കെ, കെ കണ്ടുപിടിക്കുക ആദ്യം. കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാണല്ലോ എന്താണ്? സമ്മേഷൻ പി എം എഫ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സമ്മേഷൻ എക്സിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 1 to 2, വൈന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 1 to 2, പി ഓഫ് എക്സ് വൈ. ഇനി ഈ പി ഓഫ് എക്സ് വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? കെ ഇൻറ്റു 2x plus y എന്ന് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഈ കേനെ അങ്ങ് പുറത്തെടുത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഓക്കെ, അതായത് സമ്മേഷൻ y ഈക്വൽ ടു 1. കെ പുറത്തെടുത്ത് കഴിഞ്ഞല്ലോ അല്ലെ? കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2x. ഇവിടെ രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. 2x plus 1 plus 2x plus 2 എന്ന് വരും. അതായത് ഇവിടെ വൈക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്, എക്സ് അതേപോലെ. അപ്പൊ എന്തൊക്കെ വരിക? ഫസ്റ്റ് വൈക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ 2x plus 1 എന്ന് വരും. ഇനി പ്ലസ്, ഇനി വൈക്ക് 2 കൊടുക്കുമ്പോഴോ
2x+2. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4x+3 എന്ന് കിട്ടി. അതായത് k ഇൻറ്റു സമ്മേഷൻ k x ഈക്വൽ ടു 1 to 2 4x+3 എന്ന് വരും. ഓക്കെ, ഇനി k ഇൻറ്റു, ഇനി ഇവിടെ എക്സിന് 1 മുതൽ 2 വരെ കൊടുക്കുക. അപ്പൊ ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 4 ഇൻറ്റു 1+3. ഇനി പ്ലസ്, ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 2+3 എന്നോട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18k എന്ന് കിട്ടും. ഈ 18k ഈക്വൽ ടു 1 ചെയ്യാം. അതായത് സമ്മേഷൻ p ഓഫ് എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് 1 ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് k ന്റെ വാല്യൂ കിട്ടും. എന്ത് വരും? 18k ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ k ഈക്വൽ ടു 1/80 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചേ? ഫൈൻഡ് ദ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും മാർജിനൽ PMF എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പി എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ. Px ഓഫ് എക്സ് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ആരിനെ സമ്മേഷൻ ചെയ്യേണ്ടത്? വൈന്റെ ടേമിൽ, y ഇൻറ്റു പി ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പൊ ഇവിടെ വൈന്റെ വാല്യൂ കൊടുത്തു. y ഈക്വൽ ടു 1 to 2 പി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. പി ഓഫ് എക്സ് വൈന്റെ സ്ഥാനത്ത് k ഇൻറ്റു 2x+5. k ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 1/18. അപ്പൊ അതും അവിടെ കൊടുത്തു. കോൺസ്റ്റന്റ് ആയ 1/18 പുറത്തെടുത്തു. ബാക്കി എന്താ വരുന്നത്? y ഈക്വൽ ടു 1 to 2 2x+y എന്ന് കിട്ടി. ഇനി ഈ 1/18 പുറത്തെടുത്തു. ആദ്യം വൈക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 2x+1. ഇനി പ്ലസ്, ഇനി വൈക്ക് 2 കൊടുക്കുമ്പോഴോ 2x+2. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/18 ഇൻറ്റു 4x+3 എന്ന് വരും. അവിടെ കെന്റെ വാല്യൂ, അല്ല സോറി, എക്സിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 1 to 2 എന്ന് എഴുതി. അപ്പൊ ഇതാണ് നമ്മളെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഓക്കെ, ഇനി അടുത്തത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ. പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സമ്മേഷൻ വൈന്റെ ആണെങ്കിൽ എക്സിന്റെ ടേമിൽ സമ്മേഷൻ ചെയ്യണം ഇൻറ്റു പി ഓഫ് എക്സ് വൈ, അല്ലെ? സമ്മേഷൻ പി ഓഫ് എക്സ് വൈ. ഓക്കെ, അതേപോലെ ഇവിടെ പി വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 2 പി ഓഫ് എക്സ് വൈ എന്ന് എഴുതി. അതിന്റെ പി ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ട് 1/18 ഇൻറ്റു 2x+y. ഇതിൽ 1/18 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 2 2x+y എന്നാകും. ഇനി 1/18 ഇൻറ്റു ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്? 2+y. അതായത് എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1+y, അതായത് 2+y. പ്ലസ്, ഇനി എക്സിന് 2 കൊടുക്കുമ്പോഴോ 2 ഇൻറ്റു 2+y, ദാറ്റ് ഈസ് 4+y. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6+2y എന്ന് കിട്ടും. അല്ലെങ്കിൽ 2y+6 എന്ന് എഴുതാം. വൈന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് 1 to 2 വരെ. ഓക്കെ, ഇനി ലാസ്റ്റ് അതിന്റെ അകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ദെൻ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ. അതായത് നമുക്ക് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് വൈയും പി ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, പി എക്സ് ഓഫ് എക്സും പി വൈ ഓഫ് വൈയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പൊ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമെന്ന് നോക്കാം. അതായത് പി ഓഫ് എക്സ് വൈ എന്താണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പി ഓഫ് എക്സ് വൈ 1 that is k into 2x+y അല്ലേ? നോക്കാം നമുക്ക്, k into 2x+y. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത്? പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ k ന്റെ സ്ഥാനത്ത് അറിയാം 1/18 ഇൻറ്റു 2x+y എന്ന് കിട്ടുമോ നോക്കാം. അതായത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഈ പി ഓഫ് എക്സും പി എക്സ് ഓഫ് എക്സും പി വൈ ഓഫ് വൈയോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും എന്തായാലും പി ഓഫ് എക്സ് വൈ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ പറയാം എന്ത്? പി എക്സ് ഓഫ് 1, എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? 4 ഇൻറ്റു 1+3 ഡിവൈഡഡ് ബൈ 18 വരും. ദാറ്റ് ഈസ് 7/18. ഇനിയിപ്പോ ഇവിടെ വൈക്ക് 1 കൊടുത്താലോ 2 ഇൻറ്റു 1+6 ഡിവൈഡഡ് ബൈ 18 വരും. ദാറ്റ് ഈസ് 8/18. എന്തൊക്കെ ചെയ്താലും പി ഓഫ് 1 കിട്ടുമോ? പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/18 ഇൻറ്റു 2 ഇൻറ്റു 1+1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3. അതായത് 3/18 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് അല്ലാന്ന് കിട്ടി. ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ടേബിൾ മെത്തേഡും ചെയ്യാം കേട്ടോ. ടേബിൾ മെത്തേഡും ചെയ്യാം. ഓക്കെ, ഞാൻ 2 മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, the joint probability mass function of random variable x and y is given by p of xy equal to x into x plus y by 70, x equal to 1 2 3, y equal to 3 4 and 0 otherwise. Find expectation of x and expectation of y. ഇനി ഇവിടെ നോക്കിയോ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഫോർമുല അറിയാം. എന്തായിരുന്നു ഫോർമുല? സമേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സമേഷൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്, അല്ലെ?
അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ എന്ത് വേണം കണ്ടുപിടിക്കണം? പി എക്സ് ഓഫ് എക്സും കണ്ടുപിടിക്കണം. സിമിലർലി പി വൈ ഓഫ് വൈയും കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുക, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ആദ്യം മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ? സമ്മേഷൻ വൈന്റെ വാല്യൂ അല്ലെ, വൈ ഈക്വൽ ടു 3 to 4 ആണ്. 3 into 4 പി ഓഫ് എക്സ് വൈ. പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 70. ഇനി ഇതിൽ വൈന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടേം എന്താ വരിക? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ 70 പ്ലസ് ഇനി സെക്കൻഡ് ടേം അതായത് വൈക്ക് 4 കൊടുക്കണം. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 70. ഇനി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 3x ബൈ 70 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ബൈ 70 എന്ന് വരും. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് കിട്ടുക? 2x സ്ക്വയർ പ്ലസ് 7x ബൈ 70. ഇനി ഇതിൽ എക്സിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 1 to 3. അപ്പൊ നമ്മൾ എഴുതി. ഇനി അടുത്തത് മാർജിനൽ പി എം എഫ് ഓഫ് വൈ കണ്ടുപിടിക്കണം. മാർജിനൽ പി എം എഫ് ഓഫ് വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സമ്മേഷൻ വൈകിന്റെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സിലാണ് സമ്മേഷൻ ചെയ്യുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 to 3, 1 മുതൽ 3 വരെ അല്ലെ, ഇൻറ്റു പി ഓഫ് എക്സ് വൈ. പി ഓഫ് എക്സ് വൈന്റെ വാല്യൂ അവിടെ കൊടുക്കുക, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 70. ഒക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി ആദ്യം എന്ത് ചെയ്യുക? എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് വൈ ബൈ 70 പ്ലസ് ഇനി എക്സ് അടുത്ത ഏതാ? 1 കഴിഞ്ഞാൽ അടുത്ത് 2. അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 പ്ലസ് വൈ ബൈ 70. ഇനി ലാസ്റ്റ് എക്സിന് 3 കൊടുക്കുമ്പോഴോ 3 ഇൻറ്റു 3 പ്ലസ് വൈ ബൈ 70. അപ്പൊ എന്തായിരിക്കും വരിക? 1 പ്ലസ് വൈ ബൈ 70 പ്ലസ് 4 പ്ലസ് 2 വൈ ബൈ 70 പ്ലസ് 9 പ്ലസ് 3 വൈ ബൈ 70. അതായത് 6 വൈ പ്ലസ് 14 ബൈ 70 എന്ന് കിട്ടും. വൈന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 3 to 4. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലെ, പി എക്സ് ഓഫ് എക്സ്. അപ്പൊ അതൊക്കെ നമുക്കറിയാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 7x ബൈ 70 കൊടുക്കുക. എക്സ് ഉള്ളോട്ട് എടുക്കുമ്പോൾ 2x ക്യൂബ് പ്ലസ് 7x സ്ക്വയർ ബൈ 70 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക. 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ ടേം ഇത് വരും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോഴോ 16 പ്ലസ് 28 ബൈ 70. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2.4286, ദാറ്റ് ഈസ് 170 ബൈ 70. ഒന്നെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ഡെസിമൽ ആയിട്ട് എഴുതാം. ഇനി ലാസ്റ്റ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ. അപ്പൊ വൈന്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 3 to 4 കൊടുക്കുക സമ്മേഷനിൽ. ദെൻ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ എന്താണ്? 6y പ്ലസ് 14 ബൈ 70. ഓൾറെഡി നമ്മൾ മോളിൽ കണ്ടുപിടിച്ചത്. ഇനി വൈ ഉള്ളോട്ട് എടുക്കുമ്പോൾ 6y സ്ക്വയർ പ്ലസ് 14y ബൈ 70. ഇനി വൈക്ക് ആകെ രണ്ട് വാല്യൂസിലേ കൊടുക്കാനുള്ളൂ. അപ്പൊ ആദ്യം 3 കൊടുക്കുക, ദെൻ 4 കൊടുക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 248 ബൈ 70 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3.5429 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ. ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് എക്സും വൈയും 0 ആകുമ്പോൾ പ്രോബിലിറ്റി 1/6. ഇനി എക്സും വൈയും എക്സ് 0യും വൈ 1 ആകുമ്പോൾ 1/4. എക്സ് 0 വൈ 2 ആകുമ്പോൾ 1/8. എക്സ് 1 വൈ 0 ആകുമ്പോൾ 1/8. എക്സ് 1 വൈ 1 ആകുമ്പോൾ 1/6. എക്സ് 1 വൈ 2 ആകുമ്പോൾ 1/6. അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഫോളോയിങ്, ദാറ്റ് ഈസ് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, വേരിയൻസ് ഓഫ് വൈ കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ടേബിൾ ഞാൻ ഒന്നും കൂടി എടുത്തെഴുതി. എന്നിട്ട് ഇതിന്റെ അത് നമുക്ക് ആദ്യം പറഞ്ഞതാണല്ലോ, പിന്നെ ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും ഈ ടേബിളിൽ തന്നെ എഴുതാന്ന്. എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1/6 പ്ലസ് 1/4 പ്ലസ് 1/8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13/24 കിട്ടും. ഇനി എക്സിന്റെ എക്സ് ഈക്വൽ ടു 1 ആവുന്ന കേസിലുള്ള കണ്ടുപിടിക്കണമെങ്കിൽ 1/8 പ്ലസ് 1/6 പ്ലസ് 1/6, ദാറ്റ് ഈസ് 11/24 എന്ന് കിട്ടും. ഇനി അതേപോലെ വൈന്റെ ടേം എന്ത് ചെയ്യുക? വെർട്ടിക്കലി ആഡ് ചെയ്യുക. 3 കോളോ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കറസ്പോണ്ടിങ് പി വൈ ഓഫ് വൈ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം ഈ ടേബിൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടേബിളിന്റെ അകത്ത് നമുക്ക് എന്തോ കണ്ടുപിടിക്കാം, പറഞ്ഞേ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്? വേരിയൻസ് ഓഫ് വൈ ആണ്. വേരിയൻസ് ഓഫ് വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് അറിയാലോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ.
അപ്പൊ നമുക്ക് അതിന്റെ മുന്നേ നമുക്ക് എന്തോ കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയറും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സമേഷൻ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്. അപ്പൊ നോക്കിയ ഇവിടെ എക്സിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് 0 മുതൽ 1 വരെ. അപ്പൊ എക്സ് 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് പി എക്സ് ഓഫ് എക്സ് എന്താണ്? 13/24. അപ്പൊ 0 ഇൻറ്റു 13/24 പ്ലസ് ഇനി എക്സ് 1 ആകുമ്പോഴുള്ള പി എം എഫ് ഒ, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനോ 11/24. അപ്പൊ 1 ഇൻറ്റു 11/24 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാൻ സെയിം മെത്തേഡ് ആണ്, സമേഷൻ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ. വൈന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് 0 മുതൽ 2 വരെയാണ്. ടേബിൾ ഇട്ടാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. വൈ 0 ആകുമ്പോൾ ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ, അല്ല വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ. അപ്പൊ വൈ 0 ആകുമ്പോൾ 0 ഇൻറ്റു 7/24 പ്ലസ് 1 ഇൻറ്റു 10/24 പ്ലസ് 2 ഇൻറ്റു 7/24. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 24/24 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് വൈ കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് വരുന്നത്? സമേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് 0 മുതൽ 1 വരെ. അപ്പൊ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ടേബിളിനകത്ത് നമുക്ക് എന്ത് എഴുതാം? ഇതൊന്ന് ക്ലിയർ ചെയ്തായിട്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നത്? സമേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. അപ്പൊ എന്ത് വരും? എക്സ് 0 ആകുമ്പോൾ 0 സ്ക്വയർ ഇൻറ്റു 13/24 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 11/24 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 11/24 എന്ന് കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാനോ സെയിം വേ ആണ്, സമേഷൻ വൈ സ്ക്വയർ ഇൻറ്റു പി വൈ ഓഫ് വൈ. ഇപ്പൊ ടേബിളിലോട്ട് വീണ്ടും പോവുക. ഇപ്പൊ ടേബിളിലോട്ട് പോകുമ്പോൾ എന്ത് വരും? വൈ സ്ക്വയർ ഇൻറ്റു പി വൈ ഓഫ് വൈ എന്ന് പറയുമ്പോൾ ആദ്യം 0 സ്ക്വയർ ഇൻറ്റു 7/24 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 10/24 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 7/24.